സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് ട്രോളിംഗ് നിരോധനം. വറുതി ഒഴിയുന്ന ഒരു കാലം കാത്തിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. ഈ ബോട്ടുകളിൽ തീരമണയുന്നത് മത്സ്യങ്ങൾ മാത്രമല്ല, ഇനിയൊരു വറുതിക്കാലം എങ്ങനെ നീക്കുമെന്ന ആകുലതകൾ കൂടിയാണ്. പ്രതീക്ഷിച്ചതിനു മുന്നേ എത്തിയ കാലവർഷക്കലിയും കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ ബുദ്ധിമുട്ടുകളും മത്സ്യത്തൊഴിലാളികളെ കുറച്ചൊന്നുമല്ല വലച്ചത്. മത്സ്യ ലഭ്യത കുറവും, അതേപോലെ ഈ കപ്പൽ മുങ്ങിയതിൻ്റെ കുപ്രചരണങ്ങളും, പിന്നെ ഈ നമ്മളുടെ പ്രതികൂല കാലാവസ്ഥ അത് വളരെയധികം ദൂഷ്യം ചെയ്തിട്ടുണ്ട്. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നടപ്പിലാക്കുന്നത്. എന്നാൽ മത്സ്യത്തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളുമടക്കം സംസ്ഥാനത്തെ 2 ലക്ഷത്തിലധികം പേരുടെ ജീവിതമാണ് ഇതോടെ ദുരിതത്തിലാകുന്നത്. നിരോധനം ബാധകമല്ലാത്ത പരമ്പരാഗത വള്ളങ്ങളെ തൊഴിലാളികൾ ആശ്രയിക്കുമെങ്കിലും തുച്ഛമായ വരുമാനമേ ലഭിക്കൂ. സർക്കാർ അനുവദിക്കുന്ന സൗജന്യ റേഷൻ ഒരാഴ്ചത്തേക്ക് പോലും തികയില്ല. അതിനാൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക പരിരക്ഷ കൂടിയേ തീരൂ. കേരളത്തിൽ 1988 മുതൽ ട്രോളിംഗ് നിരോധനം നടപ്പാക്കിയാണ്. ആദ്യം 45 47 ഇപ്പോൾ 52 ആക്കിയിരിക്കുന്നു. 60 ആക്കാമെന്നാണ് മേഴ്സിക്കുട്ടി ഞങ്ങൾ പറഞ്ഞത്. അടുത്ത വർഷം മുതൽ, കഴിഞ്ഞ 18 പറഞ്ഞത്. കപ്പൽ തകർന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച തുകയും അപര്യാപ്തമാണെന്ന് സംസ്ഥാന മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ചാൾസ് ജോർജ് പറഞ്ഞു. മത്സ്യമേഖലയ്ക്ക് വലിയ ഗുരുതരമായ നഷ്ടമുണ്ടായിരിക്കും. ഈ നഷ്ടം പരിഹരിച്ചേ പറ്റൂ. ഈ കേവലം 1000 രൂപയുടെ നക്കാപ്പ് ഞങ്ങൾക്ക് സ്വീകാര്യവുമല്ല. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതല്ല, അപ്പുറം ഇത്ര രൂപ 10.5 കോടി രൂപയിൽ വിഷയം ഒതുക്കി നിർത്താൻ ഗവൺമെന്റ് വിചാരിക്കുന്നത് അത് തെറ്റായ തീരുമാനമാണ്. ഗവൺമെന്റ് ഞങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ഞങ്ങളുമായി ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തുകൊണ്ട് എന്താണ് പരിഹാരം അന്വേഷിക്കും. മത്സ്യമേഖലയെ സർക്കാർ കൈവിടരുതെന്നാണ് മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. പ്രതികൂല കാലാവസ്ഥയും കപ്പൽ മറിഞ്ഞത് മൂലമുണ്ടായിരുന്ന കുപ്രചാരണങ്ങളും കാരണം പ്രതിസന്ധിയിലായിരുന്നു മത്സ്യമേഖല. ഇനി ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനവും ആരംഭിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇനി നീണ്ട കാത്തിരിപ്പാണ്. ക്യാമറമാൻ രാഹുൽ VS-നൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.